ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഞായറാഴ്ച രാവിലെ തന്നെ ഉണക്കക്കപ്പ ഞാൻ വേവിക്കാൻ കുക്കറിലോട്ട് വെച്ചിരുന്നു. 2 വിസിലടിച്ച് കഴിയുമ്പം കപ്പ സെറ്റാവും. ഇതിന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മേലൊക്കെ കഴുകിയിട്ട് മിറ്റമൊക്കെ അടിച്ച് തുണിയൊക്കെ കഴുകി വിരിച്ചിട്ട് വന്നതാണ്. ഒരു കമ്പിളി ഉണ്ടായിരുന്നു, അതൊക്കെ ഇളക്കിയിട്ടു. പിന്നെ തേങ്ങാ മുറി ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ മിക്സർ ജാറിലോട്ട് അരച്ചെടുത്തു. പച്ചമുളകും സവോളയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്താണ് അരച്ചെടുത്തത്. പിന്നെ കപ്പ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കപ്പയിലോട്ടും തേങ്ങയെല്ലാം അരച്ച് വെച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ ആദ്യം തവിയിട്ട് ഇളക്കിയിട്ടൊന്നും ഉടയുന്നില്ലായിരുന്നു. പിന്നെ ഇത് ഇളക്കുന്ന തന്നെ സാധനമാണ്, അത് വെച്ച് ഇളക്കി. പിന്നെ എനിക്ക് പറ്റുന്നില്ല, അതിന് ചേട്ടാ എനിക്ക് ഇളക്കി തന്നു. പിന്നെ ചേട്ടാ ഇടയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. പണി മുഴുവൻ ചേട്ടായൊന്നും അല്ല ചെയ്യുന്നത്. വീഡിയോ കാണുന്ന ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ചേട്ടായാണോ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്നത്? പക്ഷേ അല്ല, പുറകിൽ നിന്ന് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് തരും. ബാക്കി പണി മുഴുവൻ ഞാനാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ തന്നെ കുഞ്ഞിനെ ഞാൻ കുളിപ്പിച്ച് ഉറക്കാൻ വേണ്ടി കിടത്തി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങി. പിന്നെ ലൈറ്റായിട്ട് ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലേ അവൻ ഉറങ്ങത്തുള്ളൂ. പിന്നെ രാവിലെ തന്നെ അത്യാവശ്യം തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ രാവിലെ തന്നെ തിണ്ണ അടിച്ചു വാരി, പെരയ്ക്കാവരാന്ന് അടിച്ചു വാരി. കാരണം എല്ലാ പണിയും താമസിച്ചായിരുന്നു. ഞാൻ മുറ്റത്തെ കുറച്ച് കാടൊക്കെ പറിച്ച് അതെല്ലാം കത്തിക്കാൻ വേണ്ടി ഇട്ടിട്ടാണ് കയറി പോകുന്നത്. പിന്നെ രാവിലെ തന്നെ മേലൊക്കെ കഴിയിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഇരിക്കുകയുള്ളൂ കേട്ടോ, അതെൻ്റെ ഒരു ശീലമാണ്. പിന്നെ രാവിലെ തന്നെ തിണ്ണയൊക്കെ തുടച്ചിടുന്നുണ്ട്. ഇന്ന് തന്നെ കേട്ടോ, എല്ലാ ദിവസവും രാവിലെ തിണ്ണയൊക്കെ തുടച്ചിടുന്ന. പിന്നെ അടുക്കളയും തിണ്ണയും മസ്റ്റായിട്ട് എല്ലാ ദിവസവും രാവിലെ തുടയ്ക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ പൂച്ച വന്ന് കിടക്കുന്നതാണ് തിണ്ണയല്ലേ. പിന്നെ ചെളിയെല്ലാം ചവിട്ടി കയറ്റുന്നതിന് മഴക്കാലം കൂടെ അല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ തിണ്ണ തുടച്ചിടുന്നുണ്ട്. പിന്നെ അടുക്കളയും ഞാൻ മസ്റ്റായിട്ട് തുടച്ചിടും, കാരണം വെള്ളമെല്ലാം തീർച്ചയാടും പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴും. പിന്നെ സ്റ്റാൻഡ് ഇങ്ങനെ താഴെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ നിന്നും വെള്ളം വീഴും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ തുടച്ചിടുന്നതാണ്, അല്ലെങ്കിൽ പിന്നെ അഴുക്ക് പിടിച്ച പോലെ കിടക്കും. പിന്നെ ടൈലല്ലേ, അറിയാതെ ചാലമെല്ലാം വെള്ളം കിടന്ന് തെന്നിയും വീഴും. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അത് ഞാൻ കഴുകി വെക്കുന്നുണ്ട്. ആദ്യം ഒന്ന് സോപ്പിട്ടിട്ട് ഒന്ന് വെള്ളത്തിൽ കഴുകി ഞാൻ വെച്ചിരുന്നതാണ്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വെള്ളത്തിൽ കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി, അപ്പോൾ തന്നെ ക്ലീൻ ആകും. പിന്നെ വലിയ അഴുക്കൊന്നുമുള്ള പാത്രങ്ങളൊന്നും അല്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഗ്ലാസും പാത്രങ്ങളൊക്കെ അത്യാവശ്യം കഴുകി വെക്കുന്നതാണ്. പിന്നെ കപ്പ പൊരിച്ച കുക്കറും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴുകി ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ചേട്ടായിക്ക് ഇന്നൊരു അതിർവാനുണ്ട്, അതിന് പോകാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ അതിന് മുന്നേ അത്യാവശ്യം പണികളൊക്കെ എനിക്ക് ഒതുക്കണം. അല്ല കുഞ്ഞിനെ കൊണ്ട് പാടാം, കാരണം ഇപ്പോൾ അവനെ തൊട്ടിയിൽ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ എനിക്ക് നോക്കിയിരിക്കണം, അല്ലെങ്കിൽ തൊട്ടിക്കകത്തുനിന്ന് എഴുന്നേറ്റ് വരുവാണ് ഇപ്പോഴേ. കാരണം ഇച്ചോട് അറിവായതുകൊണ്ട് തന്നെ അവനെ നോക്കിയിരുന്നില്ല. അവൻ ഉരുണ്ട് ചാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുകയില്ല. അത് തന്നെയല്ല, കട്ടിലെ കിടന്ന് അങ്ങനെ ഉറങ്ങത്തുമില്ല. ഒരു പ്രത്യേക സ്വഭാവമാണ് അവൻ്റെ. പിന്നെ ഞാൻ അവിടെ എല്ലാം പാത്രമെല്ലാം കഴുകി ഒതുക്കിയിട്ട് വാഷ് ബേസിൻ്റെ അവിടെയും പിന്നെ ഗ്യാസ് സ്റ്റവ് എല്ലാം കഴുകി ഞാൻ വൃത്തിയാക്കി. സോപ്പിട്ട് ആദ്യം കഴുകിയിട്ട് പിന്നെ ഒരു തുണിയുണ്ട്, അത് ലോഷൻ മുക്കിയാണ് തുടയ്ക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ കഞ്ഞി ഇട്ടു. ഒരു 5 പ്രാവശ്യം കഴുകുന്നുണ്ട് കേട്ടോ, കാരണം നല്ല അഴുക്കുണ്ടായിരുന്നു. ഈ കളറങ്ങ് മാറി കിട്ടണം, എന്നാലേ എനിക്കൊരു സുഖം വരുള്ളൂ. അപ്പം അതെല്ലാം സെറ്റാക്കി അടുപ്പിലോട്ട് വെച്ചു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തീയും കത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഉണങ്ങി വിറക് ഉണ്ടായിരുന്നു. ഞാൻ ചേര വെച്ചാണ് ഉണക്കുന്നത്, കാരണം കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ ഇരുന്ന് നന്നായിട്ട് ഉണങ്ങും. പിന്നെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. കറിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, തലേദിവസത്തെ കറിയെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. പരിപ്പിയാറാണേ, അതിരിപ്പുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വറക്കാൻ വേണ്ടിയാണ്. കുറച്ച് രാത്രി വറുത്തായിരുന്നു. ചേട്ടാ പൊറോട്ട കൊണ്ടുവന്നപ്പോൾ അത് കൂട്ടി കഴിച്ചായിരുന്നു. പിന്നെ രാവിലെ ബാക്കി അതിന് വറക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അന്നപ്പോൾ തലേദിവസത്തെ തന്നെ ഉള്ളത് മാത്രമേ അന്ന് വറുത്തിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ ഫ്രിഡ്ജ് ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കുന്നതാണ് അകമൊക്കെ, കാരണം അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തുടയ്ക്കാനൊന്നും എല്ലാ ദിവസവും സമയം കിട്ടുകയില്ല. പിന്നെ ഞായറാഴ്ച ദിവസം മാത്രം നല്ലതായിട്ടൊന്ന് തുടയ്ക്കും. പിന്നെ ഇടയ്ക്ക് നല്ല ചെളിയൊക്കെയാണ് കഴുകിയും വെക്കും. പിന്നെ ചിക്കൻ കറി തലേദിവസത്തെ വെച്ച ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുത്തു. പിന്നെ രാവിലെ തന്നെ തലേദിവസം ചിക്കൻ വറുത്തതും 2 കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു. ഒരു ലെഗ് പീസും പിന്നെ ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ മാറ്റി വെച്ചു. പിന്നെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂട്ടി പിന്നെ ചിക്കൻ കറിയും എടുത്ത് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. ഒരു ഗ്ലാസ് ചായ എടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. ഇത് കോഫി മേക്കർ ആട്ടോ, അതിൻ്റെ അകത്ത് വെള്ളം അത്യാവശ്യം തിളപ്പിക്കുന്നതൊക്കെ കുളിക്കാനും പിന്നെ കുടിക്കാനൊക്കെ. പിന്നെ കഴിക്കാൻ വേണ്ടി ഇരുന്നുണ്ടോ ചേട്ടാ. ആ സമയത്ത് കുളി നനയൊക്കെയാണ്. ഞാൻ ആ സമയത്ത് എനിക്ക് പ്രഷർ താന്നുകൊണ്ട് കഴിക്കാൻ വന്നിരുന്നതാണ്. കുഞ്ഞൻ ആ സമയത്ത് ഉറങ്ങുമായിരുന്നു, അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ എപ്പോഴും വന്നിരുന്ന് കഴിക്കാൻ വന്നിരിക്കുന്നതായിരുന്നു. പിന്നെ എന്നാലും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉണക്കപ്പം അടിപൊളിയാണ്. ഇത് നാളെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് അവിടുന്ന്. എൻ്റെ വീട് കട്ടപ്പനയാണ്, അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോകുന്നതാണ് അവിടെ. അന്നേരപ്പം അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. എന്നാലും അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് ഉണക്ക ശരിയാകാത്ത കപ്പയായതുകൊണ്ട് തന്നെ കുക്കറിനകത്ത് വെച്ചാൽ മാത്രമേ വെന്ത് വരുള്ളൂ, അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടുകയില്ല. 2 ദിവസം വേവിച്ചാൽ പോലും അത് വേഗില്ലാത്ത സൈസ് കപ്പയായിരുന്നേ. പിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കപ്പയ്ക്ക്. ഞാൻ സവോളയും കൂട്ടി കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. ചായ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പാൽപ്പൊടി ഇട്ടാണ് എടുത്തത്. എന്നാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിക്കൻ കറി ആണെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ ചിക്കൻ വറുത്തും നല്ലതായിരുന്നു കേട്ടോ, നല്ല മസാലയൊക്കെ പിടിച്ച്. അകം ഒത്തിരി
മുരിഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ പുറം നന്നായിട്ട് മുരിഞ്ഞിട്ടുമുണ്ട്. എന്നാലും അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചേട്ടായി പോയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഒരു അതിർവാനുണ്ട്. അതിന് ശേഷം പിന്നെ ഞങ്ങളൊരു സിനിമ കണ്ടു. ഒരു ദുരൂഹ സാഹചര്യത്തിൽ നടന്ന സിനിമ കുഞ്ചാക്കോൻ്റെ. അപ്പോൾ കുഞ്ഞൻ രണ്ടാമത്തെ ഉറക്കമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.